അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നൊരു വചനം അദ്ദേഹത്തിന് കിട്ടി. അതിൽ നിന്ന് മനസ്സിലായി ഈ സിക്നസ് എന്ന് പറയുന്നത് പൈശാചികമാണെന്ന് ഹൃദയത്തിലൊരു ബോധ്യം വന്നിട്ട് അകത്തു നിന്നൊരു പ്രേരണയുണ്ടായി ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയായിട്ടും പ്രാർത്ഥിച്ച് പരിചയമില്ല. പക്ഷേ ഇദ്ദേഹം അന്നത്തെ ദിവസം പോയി അദ്ദേഹത്തിൻ്റെ അറിയാവുന്നതുപോലെ അദ്ദേഹം കൈവച്ചിട്ട് ബൈബിളും കൊണ്ട് പോയി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നോക്കിക്കൊണ്ട് നിന്നു ഇതെന്താണ് സംഭവിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മരിച്ചു കിടന്ന ഈ മോള് കണ്ണു തുറന്നു. അവൾ ജീവൻ മടങ്ങി. കാതറിൻ ക്രീക്ക്, അവർ ഷീസ് എ യങ് പ്രീച്ചർ. എവിടെയുള്ള? US-ലുള്ള, അമേരിക്കയിലാണ്. അവർക്ക് ദൈവത്തിൽ നിന്നൊരു എൻകൗണ്ടർ ഉണ്ടായി. അദ്ദേഹം അതിനുശേഷം ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ഉണ്ടായിട്ട് കോവിഡിൻ്റെ ടൈമിൽ പാർക്കുകളിലെല്ലാം ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തി അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡെലിവറൻസും ഹീലിങ്സും സംഭവിക്കാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം സ്മിത്ത് വിഗൽസ്വർത്തിൻ്റെ ഏതാണ്ടൊരു അതേ ഒരു രീതിയിലായിരുന്നു. ചില വളരെ അതിനു മുന്നമേ, വളരെ വർഷങ്ങൾക്ക് മുന്നമേയാണ് അലക്സാണ്ടർ ജോവി ജീവിച്ചിരുന്നത്. അപ്പോഴ് സ്മിത്ത് വിഗിൾസ് ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു സ്റ്റൈലായിരുന്നു ഇദ്ദേഹം പഞ്ച് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, അടുത്ത് വന്നിട്ട് ഈ ഗോയിറ്ററിൽ ഒരു ഇടിയാൻ കൊടുത്തു. ഓൺ ദ സ്പോട്ടിന് ആ ഗോയിറ്റർ താഴെ വീഴുന്നു. ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള ഒരു പ്രക്ഷേപണമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ വെച്ചാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പാസ്റ്റർ കിങ്സ്ലി ഫ്രാൻസിസ് ക്രമീകരിച്ച മീറ്റിങ്ങുകളിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു വന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കിങ്സ്ലി ഫ്രാൻസിസ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസനുമായിട്ട് ഒരുമിച്ച് ലഭിക്കുന്ന ഈ നല്ല അവസരം പ്രയോജനമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസനുമായി ചില കാര്യങ്ങൾ ഓസ്ട്രേലിയയെക്കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ദൈവപ്രവൃത്തികൾ ധാരാളമായി മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എത്രത്തോളം സജീവമാകുന്നു, ആത്മീക മേഖലയിൽ സജീവമാകുന്നു എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഞാൻ 1922 സ്മിത്ത് വിഗിൾസ്വർത്ത് അവറുകൾ, അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവറുകൾ ഓസ്ട്രേലിയയിൽ വന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയുണ്ടായി. മെൽബണിൽ വന്ന് ശുശ്രൂഷിച്ചു, സിഡ്നിയിൽ ശുശ്രൂഷിച്ചു. അത് വലിയൊരു രോഗസൗഖ്യ ക്യാമ്പയിനായിട്ട് മാറി. സ്മിത്ത് വിഗിൾസ്വർത്ത് അവറുകൾ ലോകവ്യാപകമായി സഞ്ചരിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബ്രിട്ടനിൽ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബ്രിട്ടനിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവറുകളുടെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഓൾ ദ വേ ഫ്രം UK ടു ഓസ്ട്രേലിയ വരെ യാത്ര ചെയ്ത് ഇവിടെ എത്തി. എങ്ങനെ എത്തി? വിമാനത്തിലാണോ എന്നറിയില്ല, കപ്പലിലായിരിക്കും. അന്നത്തെ യാത്രകളെല്ലാം കപ്പലിലാണ്. അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ധാരാളം കപ്പൽ യാത്ര നടത്തിയ ഒരു വ്യക്തിയാണ്. കപ്പലിൽ യാത്ര ചെയ്തായിരിക്കും ഇവിടെ എത്തി. മെൽബണിൽ നടന്ന ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യമായി. വലിയൊരു ആത്മീയ ഉണർവായിട്ട് അത് മാറുകയുണ്ടായി. സിഡ്നിയിലും അതുപോലെ തന്നെ ഒരു വലിയ ആത്മീക ഉണർവായിട്ട് സിഡ്നിയിലെ മീറ്റിങ്ങുകളും മാറുകയുണ്ടായി. അന്ന് ഇവിടെ വെച്ച് ഒരു പ്രൊഫറ്റിക് വേർഡ് പ്രഖ്യാപിച്ചു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഒരു വലിയ ഉണർവ്, 100 വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ ഉണർവ് സംഭവിക്കുമെന്ന്. അത് ഓസ്ട്രേലിയയിൽ സംഭവിക്കട്ടെ, ലോകരാജ്യങ്ങളിൽ സംഭവിക്കട്ടെ. പാസ്റ്റർ ഓസ്ട്രേലിയയിൽ ദീർഘവർഷങ്ങളായിട്ട് പാർക്കുന്നു, ശുശ്രൂഷിക്കുന്നു, വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു. വിശേഷിച്ചും ഓസ്ട്രേലിയയിൽ അനേകം മീറ്റിങ്ങുകൾ ക്രമീകരിക്കുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പഴയകാല ആത്മീക അനുഭവങ്ങൾ, ആത്മീക ഉണർവുകളുടെ ചരിത്രങ്ങൾ, അതിലൂടെയൊക്കെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താമോ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ, പാസ്റ്റർ ഇങ്ങനെ ഒരു അവസരം പാസ്റ്റർ തന്നതിന് വളരെയധികം സന്തോഷം. പാസ്റ്ററുടെ ചാനലിൽ പാസ്റ്ററോടൊപ്പം ഈ സ്റ്റുഡിയോയിലായിരിക്കാനും ഇങ്ങനെ ഈ റിവൈവലിനെ കുറിച്ച് സംസാരിക്കാനും എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലോട്ട് വരാനും ഇവിടെ ആ ഒരു റിവൈവൽ മൂവ്മെൻറ്റ് അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റ് ചെയ്യാനും ദൈവദാസനെ ഇവിടെ ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ പറഞ്ഞു വന്നത് സ്മിത്ത് വിഗിൾസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വളരെയധികം കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ
എൻ്റെ ഈ റിവൈവലിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് സ്മിത്ത് വിഗിൾസിനെ പോലെ തന്നെ ദൈവം ഉപയോഗിച്ച ആ റിവൈവൽ ഹിസ്റ്ററി എൻ്റെ മൈൻഡിലുണ്ട്. പ്രത്യേകിച്ച് 1800s ഇവിടെ നടന്ന റിവൈവൽസിൻ്റെ കാര്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ദൈവദാസനാണ് അലക്സാണ്ടർ ഡോയി. അതെ, അലക്സാണ്ടർ ഡോയി സ്കോട്ട്ലൻഡിൽ നിന്ന് ജനിച്ചു, ഇവിടെ വന്നു. ചെറുപ്പകാലത്തിൽ തന്നെ പേരൻസാണ് ഇവിടെ വന്നത്. പേരൻസ് വന്നതിന് ശേഷം അദ്ദേഹം എഡ്യൂക്കേഷനിൽ വളരെയധികം സ്മാർട്ടായിരുന്നു. യു എസ് ഭയങ്കര ഇൻ്റലക്ച്വലായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞു, ഓക്കെ, നീ അദ്ദേഹം ചെയ്ത 2 സബ്ജക്റ്റാണ്. ഒന്ന് തിയോളജിയും അതോടൊപ്പം തന്നെ ലാംഗ്വേജ് സ്റ്റഡി, അങ്ങനെ 2 കോഴ്സ് ഇദ്ദേഹം ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം ആ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് ആയതുകൊണ്ട് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റി പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യുക, നീ ഭയങ്കര ഇൻ്റലക്ച്വലാണ്, നിന്നെ ഞങ്ങൾ ഈ സർജറി പെർഫോം ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ നിനക്ക് അത് കാണാനുള്ള ഓപ്ഷനുണ്ട്. പഴയ കാലത്ത് സർജറി എന്ന് പറഞ്ഞാൽ മെൽബണിൽ ഒരു സ്ഥലം, ഒരു തിയേറ്റർ ഹയർ ചെയ്തിട്ട് സർജറി ചെയ്യേണ്ട ബോഡിയെ കൊണ്ട് പബ്ലിക്കായിട്ട് വെച്ചിട്ട് മറ്റുള്ള മെഡിക്കൽ സ്റ്റുഡൻസിന് പബ്ലിക്കായിട്ട് 100 കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് സർജറി ചെയ്യുന്നത്. അത് കാണാനായിട്ടാണ്. അപ്പോൾ അതിനുള്ള അവസരം ഈ അലക്സാണ്ടർ ഡോവിക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം അലക്സാണ്ടർ ഡോവി ഒരു പ്രീച്ചറായി, ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായി. പക്ഷേ 1 ഇയർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രഡീഷണൽ ചർച്ചിൽ അദ്ദേഹം ആ മോൾഡിൽ ഫിറ്റാവാൻ അൺകംഫർട്ടായതുകൊണ്ട് അദ്ദേഹം ആ ചർച്ച് മാറിയിട്ട് വേറെ ലൊക്കേഷനിലോട്ട് മാറി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ സിഡ്നി ഓസ്ട്രേലിയയിൽ പെട്ടെന്നൊരു പനി പിടിക്കുകയാണ്, ഒരു പ്ലേഗ് വന്നു. 2 ആഴ്ച കൊണ്ട് ഏകദേശം 40 പേർ മരിച്ചുപോയി. വലിയൊരു സംഖ്യ അന്നത്തെ കാലത്ത്. ആകെ 1.2 മില്യന് പോപ്പുലേഷനാണ് മെൽബണിൽ ആ സമയത്ത്. അപ്പോൾ ചെറിയ പോപ്പുലേഷനായിരുന്നു. അപ്പോൾ ഈ വിത്തിൻ 2 വീക്സിൽ ഇത്രയും പേര് മരിച്ചു പോകുക എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്ലേഗ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു? അദ്ദേഹം ശവ അടക്കൽ ശുശ്രൂഷകൾ ഇദ്ദേഹത്തിന് ഏൽപ്പിക്കുകയുണ്ടായി. പല പാസ്റ്റേഴ്സും മരിച്ചുപോയി. ആഴ്ചകളിൽ പ്ലേഗ് നിന്നു, ആൾക്കാർ പെട്ടെന്ന് മരിച്ചു വീഴുകയാണ്. ഹോസ്പിറ്റലിൽ പോകുന്നു, ആൾക്കാർ മരിച്ചു വീഴുന്നു. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ ഇദ്ദേഹത്തിന് പാസ്റ്റർ വിളിച്ചിട്ട് ഒരു ഗേൾ മരിച്ചുപോയി, ഒരു കുഞ്ഞായിട്ടുള്ള ഗേൾ മരിച്ചു പോയിട്ട് ഇതിനെ വിറ്റ്നസ് ചെയ്യാൻ ഇദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. ആ ഗേൾ എനിക്ക് തോന്നുന്നത് ഈ പാസ്റ്റർ നേരത്തെ പാസ്റ്റർ ചെയ്തിരുന്ന ആ ചർച്ചിലെ മെമ്പറായിരുന്നു. അപ്പോൾ ആ മോളെ ഇദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പോൾ ഈ വിറ്റ്നസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് റഫ്യൂസ് ചെയ്തു. അദ്ദേഹം പുറത്തു പോയി വചനം വായിച്ചു. അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നൊരു വചനം അദ്ദേഹത്തിന് കിട്ടി. അതിൽ നിന്ന് മനസ്സിലായി ഈ സിക്നസ് എന്ന് പറയുന്നത് പൈശാചികമാണെന്ന് ഹൃദയത്തിലൊരു ബോധ്യം വന്നിട്ട് അകത്തു നിന്നൊരു പ്രേരണയുണ്ടായി ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയായിട്ടും പ്രാർത്ഥിച്ച് പരിചയമില്ല. പക്ഷേ ഇദ്ദേഹം അന്നത്തെ ദിവസം പോയി അദ്ദേഹത്തിൻ്റെ അറിയാവുന്നതുപോലെ അദ്ദേഹം കൈവച്ചിട്ട് ബൈബിളും കൊണ്ട് പോയി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നോക്കിക്കൊണ്ട് നിന്നു, ഇതെന്താണ് സംഭവിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മരിച്ചു കിടന്ന ഈ മോള് കണ്ണു തുറന്നു. ജീവൻ മടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഇവള് ജ്യൂസ് ചോദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഇവള് സാൻഡ്വിച്ച് കഴിച്ചു. എന്നിട്ട് ആ ബെഡിൽ നിന്നിട്ട് ഹല്ലേലൂയ. അങ്ങനെയാണ്. അപ്പൊ കർത്താവിന്റെ ദാസൻ അലക്സാണ്ടർ ഡോവി അവരുടെ ആദ്യത്തെ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് മരിച്ചൊരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മളൊക്കെ ആരംഭിക്കുമ്പോൾ തലവേദന മാറ്റിയാണ് നമ്മളുടെ രോഗശാന്തി ശുശ്രൂഷ ആരംഭിക്കുന്നത്. അലക്സാണ്ടർ ഡോവി അവர்கள் മുകളിൽ നിന്നാണ് ആരംഭിച്ചത്. മരിച്ചൊരാളിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് വളരെയധികം ബൈബിൾ പഠിക്കുകയും വളരെ ബൈബിൾ മെഡിറ്റേഷൻ ചെയ്യുകയും ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളായിരുന്നു. കാരണം പല സർജറികളും കഴിഞ്ഞതാണ്, മരിച്ചു പോകുന്ന ആൾക്കാർ കണ്ടു, പല സർജറികളും കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം ബോഡി പാർട്സിനെ കുറിച്ചെല്ലാം നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മേലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രേരണ കാരണം ആ വചനം വരികയും അദ്ദേഹം ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾ മരിച്ചവളായിരുന്നു, അവൾ എണീറ്റ് വരികയും ചെയ്തു. അത് അവിടെ നിന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചർച്ചിലുള്ള എല്ലാവരും തന്നെ അസുഖം വന്നു. എല്ലാവരുടെ വീട്ടിലും പോയിട്ട് ഈ ദേവദാസൻ പ്രാർത്ഥിച്ചു.
അവരുടെ ചർച്ചിൽ ഒറ്റ മനുഷ്യരും മരിച്ചില്ല. അത്ഭുതകരം. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ മരിച്ചു വീഴുകയാണ്. അത് 40 നിന്നില്ല, അത് ബിഗിനിങ്ങിലായിരുന്നു. ഒത്തിരി പേര് മരിച്ചു, പക്ഷെ ബാധ മാറിപ്പോയി. അങ്ങനെയായിരുന്നു അലക്സാണ്ടർ. അന്നത്തെ കാലത്തെ ഒരു കോവിഡ് പോലെയാണ് അല്ലേ? ഒരു കോവിഡ് പോലെ, ഒരു പനി പോലെ. നമ്മുടെ സമയത്ത് നമ്മൾ ഈ അടുത്ത നാളുകളിൽ കോവിഡാണ് ഒരു വലിയ പകർച്ചവ്യാധിയായിട്ട് കണ്ടത്. അതെ അതെ. അപ്പോൾ അതുപോലെയുള്ള ഒത്തിരി പകർച്ചവ്യാധികൾ മുൻ തലമുറകൾ നേരിട്ടിട്ടുണ്ട്, നൂറ്റാണ്ടുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു സംഭവമായിരുന്നു ഈ ഓസ്ട്രേലിയയിൽ സംഭവിച്ച ആ പകർച്ചവ്യാധി. ഒരു ടൈപ്പ് ഓഫ് പ്ലേഗ് ആയിരുന്നു, ഫീവർ ആയിരുന്നു. അത് സിഡ്നിയിലാണ് ഒറിജിൻ ആയത്, 1800-ൽ സംഭവിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഹീലിംഗ് മിനിസ്ട്രി വളരാൻ തുടങ്ങി. ഒത്തിരി പേര് രോഗസൗഖ്യം, അങ്ങനെ അദ്ദേഹം ക്രൗഡ് കൂടാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ചർച്ചുകൾ പ്ലാൻ ചെയ്യുകയും ഈ ഒരു ഹീലിംഗ് മൂവ്മെൻറ്റ്, ഫെയ്ത്ത് ഹീലർ എന്നുള്ള പേരും അദ്ദേഹത്തിന് കിട്ടി. ഫെയ്ത്ത് ഹീലർ എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം അങ്ങനെയുള്ള മിറക്കിൾസ് ആണ് ഈ അലക്സാണ്ടർ ഡോവിയുടെ ലൈഫിൽ സംഭവിച്ചത്. ഹിസ്റ്ററി പഠിക്കുന്ന സന്ദർഭത്തിൽ ഓസ്ട്രേലിയ സംഭാവന ചെയ്ത ദൈവദാസന്മാരിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ദൈവദാസനാണ് അലക്സാണ്ടർ ഡോവി അവർ. അതെ, എന്ന് എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ട് അടുത്ത സെഷനിലോട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു മിറക്കിൾ എന്നെ നോട്ടീസ് ചെയ്തു. ഒരു ഗോയിറ്റർ വന്ന, ഒരു തേങ്ങയുടെ സൈസിലുള്ള ഒരു ഗോയിറ്റർ ഒരു ലേഡിയുടെ കഴുത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സ്ത്രീ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അലക്സാണ്ടർ ഡോയി എല്ലാം നോക്കിയിട്ട് ഒന്നും പ്രാർത്ഥിച്ചില്ല. കുറച്ച് നേരം മാറി നിന്നു. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആദ്യം പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ്, ഇവർക്ക് രോഗസൗഖ്യം ലഭിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അദ്ദേഹം അങ്ങനെ ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഒരു ടൈപ്പാണ്. അതോടൊപ്പം തന്നെ സ്മിത്ത് വിഗിൾസിനെ പോലെ ഈ രോഗികളുടെ മേലും രോഗം ഇരിക്കുന്ന ഭാഗങ്ങളുടെ മേലും അടിക്കുകയും ഇടിക്കുകയൊക്കെ ഈ ദേവദാസൻ ചെയ്യും. അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം സ്മിത്ത് വിഗിൾസിന്റെ ഏതാണ്ടൊരു അതേ ഒരു രീതിയിലായിരുന്നു. ചില വളരെ അതിനു മുന്നമേ, വളരെ വർഷങ്ങൾക്ക് മുന്നമേയാണ് അലക്സാണ്ടർ ഡോവി ജീവിച്ചിരുന്നത്. അപ്പോൾ സ്മിത്ത് വിഗിൾസ് ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു സ്റ്റൈലായിരുന്നു ഇദ്ദേഹം പഞ്ച് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, അടുത്ത് വന്നിട്ട് ഈ ഗോയിറ്ററിൽ ഒരു ഇടിയം കൊടുത്തു. ഓൺ ദ സ്പോട്ടിന് ആ ഗോയിറ്റർ താഴെ വീഴുന്നു. ആ മിറക്കിളാണ് ന്യൂസ് മീഡിയ മുഴുവൻ വന്നത്. ഇത് സംഭവിച്ചത് ഇദ്ദേഹം അമേരിക്കയിൽ കപ്പലിറങ്ങിയപ്പോഴാണ്. ഫസ്റ്റ് ഹീലിംഗ് അമേരിക്കയിൽ ശേഷമാണ് സംഭവിച്ചത്. അതെ, അവിടെ പോയി, അവിടെ ഇറങ്ങി ആദ്യത്തെ മിറക്കിളാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, പാസ്റ്റർ നേരത്തെ പറഞ്ഞത്, മുന്നേ സൂചിപ്പിച്ചതുപോലെയുള്ള ആ പ്രൊഫസി, ഒരു എൻഡ് ടൈം റിവൈവൽ ഓസ്ട്രേലിയയിൽ നിന്ന്, ഈ സൗത്ത് ലാൻഡ് ഓഫ് ഹോളി സ്പിരിറ്റിൽ നിന്ന് തുടങ്ങും എന്നുള്ളൊരു പ്രൊഫസി, അത് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇവിടെ നിന്നും ഇങ്ങനെയുള്ള ദൈവാസന്മാരെയും ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റും ഇനിയും ചെയ്യാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. റിവൈവൽ തുടങ്ങാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതകരമായിരിക്കുന്നു. ദൈവം അങ്ങനെയുള്ള ദൈവദാസന്മാരെ മുൻകാലങ്ങളിൽ ഓസ്ട്രേലിയയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിരുന്നു. വീണ്ടും അതിനുശേഷം ഈ രാജ്യത്ത് നിന്ന് അതേപോലെ ശക്തരാകുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചില്ലയോ? എഴുന്നേൽപ്പിച്ചു. അതിന് മുന്നേ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, R.A. ടോറി എന്ന് പറഞ്ഞൊരു ദേവദാസൻ, അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു ക്രൂസേഡുകളും കോൺഫറൻസുകളെല്ലാം ചെയ്തു, ക്രൂസേഡുകൾ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിസിറ്റ് ഇവിടെ വന്നതിന് ശേഷം ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ ലൈഫ് മാറി, അവരുടെ ഹൃദയം യേശുവിനോട് കൊടുത്തു. ചർച്ചുകളെല്ലാം വളരാൻ തുടങ്ങി. അത് മാത്രമല്ല, ഈ ഗോസ്പൽ എല്ലാ ലെവലിലും സ്പ്രെഡായി. അദ്ദേഹം പ്രാർത്ഥിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചു, എങ്ങനെയാണ് ഉപവസിപ്പിക്കണം, ഇങ്ങനെയുള്ള എല്ലാ ടീച്ചിങ്ങും ബിബ്ലിക്കലായിട്ടുള്ള ഡോക്ട്രിൻസ് എല്ലാം, റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയും വളരെയധികം ചേഞ്ചസ് ഈ ഓസ്ട്രേലിയക്ക് വന്നു. 1956 ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാം ഇവിടെ വരികയുണ്ടായി. ഏകദേശം 3 മില്യൺ പീപ്പിൾ, ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാർ പല ക്രൂസേഡുകളും പല സ്ഥലങ്ങളിലും നടത്തിയതിൽ. ഇത് R.A. ടോറി ഒരു അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. ബില്ലി ഗ്രഹാം അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ്. സോ അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റുകളുടെ സ്വാധീനം ഈ കാലഘട്ടങ്ങളിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടായിട്ടുണ്ട്.
അത് ഇപ്പോഴും സംഭവിക്കുന്നു. ഇപ്പോഴും സംഭവിക്കുന്നു. ദേവദാസന്മാർ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. പ്രത്യേകിച്ച് കാതറിൻ ക്രിക്ക് എന്ന് പറഞ്ഞ് വളരെ കാതറിൻ ക്രിക്ക്, അവർ ഷീസ് എ യങ് പ്രീച്ചർ, എവിടെയുള്ള US അമേരിക്കൻ. അവർക്ക് ദൈവത്തിൽ നിന്നൊരു എൻകൗണ്ടർ ഉണ്ടായി. അദ്ദേഹം അതിനുശേഷം ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ഉണ്ടായിട്ട് കോവിഡിൻ്റെ ടൈമിൽ പാർക്കുകളിലെല്ലാം ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തി അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡെലിവറൻസും ഹീലിങ്സും സംഭവിക്കാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റൻറ്റ്, അതിന് പ്രത്യേകിച്ച് ഒബ്ജക്ഷനൊന്നുമില്ല. അങ്ങനെയുള്ള അസുഖങ്ങൾ എല്ലാം റെക്കോർഡിങ്ങിലാണ്. അങ്ങനെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ തുടങ്ങി. ഇപ്പോൾ കാതറിൻ ക്രിക്ക് ഓസ്ട്രേലിയയിൽ 2-3 പ്രാവശ്യം ഇപ്പോൾ വരാറുണ്ട്. ഷീസ് എ യങ് മിനിസ്റ്റർ, പാഷനേറ്റാണ്. വളരെയധികം ചേഞ്ചസ് ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ ആയി വരുന്നു. ബില്ലി ഗ്രഹാമിൻ്റെ ക്രൂസൈഡിനെ കുറിച്ച് പറഞ്ഞേ. ബില്ലി ഗ്രഹാം ക്രൂസൈഡ് 1956 ഇവിടെ സംഭവിച്ചതാണ്. പല സിറ്റികളിലും ചെയ്തു. അതിലേശം ഓവർ 3 മില്യൺ പീപ്പിൾ വന്നു. അതിൽ 1000 മില്യൺ ആളുകൾ ഇവിടെ നടന്ന ക്രൂസൈഡുകളിൽ പല സ്ഥലങ്ങളായിട്ട് നടന്ന 3 മില്യനധികം, 30 ലക്ഷത്തിലധികം. അന്നത്തെ കാലത്ത് 30 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഖ്യയാണ്. മൊത്തം പോപ്പുലേഷൻ തന്നെ അടുത്തേ ഉണ്ടായിരുന്നു. കാരണം ഓസ്ട്രേലിയൻ പോപ്പുലേഷൻ സ്റ്റിൽ ഇപ്പോഴും 26.5 മില്യനേ ഉള്ളൂ. അപ്പോൾ ആ കാലത്തെല്ലാം വളരെയധികം കുറഞ്ഞ പോപ്പുലേഷനായിരുന്നു. എങ്കിൽ തന്നെയും ഇത്രയും ആൾക്കാർ ക്രൂസൈഡിന് വന്ന് അതൊരു ഈ ഓസ്ട്രേലിയയെ മുഴുവൻ ഇമ്പാക്റ്റ് ചെയ്തു. അതുമാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിലോട്ട് കടന്നു വന്നു. എല്ലാ സഭകളും നിറയാൻ തുടങ്ങി, ഓവർഫ്ലോ ആകാൻ തുടങ്ങി, പുതിയ സഭകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനുകൾക്കും പോലീസിന് പണിയില്ലാതായി, ക്രിമിനൽ കേസുകളില്ല, ഇല്ലാതായി. ക്രിമിനൽ സിവിലും ഒന്നും കാണത്തില്ല. അതെ, ഞാൻ അതിനെ കുറിച്ച് വായിക്കാനായി കഴിഞ്ഞു. അപ്പോൾ വെയിൽസ് റിവൈവലിൽ നടന്നതുപോലെ തന്നെയാണ് പാസ്റ്റർ ബില്ലി ഗ്രഹാമിന്റെ ശുശ്രൂഷയിൽ ഇവിടെ നടന്നത്. ഒരു സാമൂഹിക മാറ്റം സംഭവിച്ചു. കേസുകളില്ലാതെ, ക്രിമിനൽ കേസുകൾ ഇല്ലാതിരിക്കത്തക്കവണ്ണം സമൂഹത്തിലുള്ളവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീർന്നു. വളരെ അത്ഭുതകരമാണത്. അത് വളരെയധികം ഇമ്പാക്റ്റ് ഓസ്ട്രേലിയയിലുണ്ടാക്കി ആ ക്രൂസൈഡിൻ്റെ കാലഘട്ടങ്ങൾ. അതോടൊപ്പം തന്നെ മറ്റുള്ള ദേവാസന്മാരും ഇവിടെ ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായി. പല പുതിയ അബോർജിനൽസിൻ്റെ ഇടയിൽ ഒരു ഉണർവ് ദൈവം അയച്ചു. ഈ അബോറിജിനൽസിനെ കുറിച്ച്, ഈ രാജ്യത്തെ ആദ്യത്തെ ജനം എന്ന് പറയുന്നത് അബോറിജിനൽസ് ആണ്. അതിനുശേഷമാണ് യൂറോപ്യൻസ് ഇവിടെ വരുന്നത്. യൂറോപ്യൻസ് വന്ന് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അബോറിജിനൽസ് ഇപ്പോഴും ഓസ്ട്രേലിയയിലുണ്ട്. അബോറിജിനൽസ് പ്രത്യേകിച്ചും സൗത്ത് ഓസ്ട്രേലിയയിലും അതോടൊന്നിച്ച് തന്നെ നോർത്തേൺ ടെറിട്ടറി, അതെ, ഈ ഭാഗങ്ങളിൽ ഇപ്പോഴും അബോറിജിനൽസ് ഉണ്ട്. ഈ അബോറിജിനൽസിൻ്റെ ഇടയിൽ ഒരു ഉണർവ് നടന്നു. അത് 90s നടന്നതാണ്. അത് ഈ രാജ്യത്തിൽ വളരെയധികം ഷിഫ്റ്റ് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ഉണർവുകൾ ഈ ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? ഒന്ന് പേർത്തിലുള്ള മാർഗരറ്റ് കോട്ട് എന്ന് പറഞ്ഞ ഒരു പ്രീച്ചറാണ്. ആ ചർച്ചിൽ ഒരു ഉണർവ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെൽബണിലെ ജീലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ജീലോങ്, അപ്പോൾ അവിടെ ഈ പാർക്കിലായിരുന്നു കോവിഡിൻ്റെ ടൈമിൽ തുടങ്ങിയതാണ്. അങ്ങനെയും ആ റിവൈവൽസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ചർച്ചുകളും, ഇപ്പോൾ പുതിയ ചർച്ചുകൾ, ഒരു ചർച്ച് മൂവ്മെൻറ്റ് ഓസ്ട്രേലിയയിൽ വന്നു തുടങ്ങി. മുന്നേ ആ ഒരു ഇത് കണ്ടിട്ടില്ലായിരുന്ന ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ കൂടുതലും ഹോം ചർച്ചസ്, ഹൺഡ്രഡ്സ് ഓഫ് ഹോം ചർച്ചസ് അതിങ്ങനെ വരുവാൻ തുടങ്ങി. പല മൾട്ടി കൾച്ചറൽ ചർച്ചസ് ആണ്. ആഫ്രിക്കൻസ്, ഇന്ത്യൻസ്, ശ്രീലങ്കൻസ്, ഫിലിപ്പിനോസ്, ചൈനീസ്, പല ഫിജിയൻസ്, ന്യൂസിലൻഡേഴ്സ്, ഇങ്ങനെ പല വന്ന മൈഗ്രൻസ് ആയിരിക്കണം. മൈഗ്രൻസിനെ ഉപയോഗിക്കാം. അതുകൊണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിൻ്റെ ഒരുപാട് ചർച്ചസ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ചെറിയ ക്ലൗഡായിട്ട് കാണുന്നതാണ്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നു, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ 15 അല്ലെങ്കിൽ 30 പേരുള്ള ഈ ഹോം ചർച്ചുകളെല്ലാം വളർന്ന് നെക്സ്റ്റ് ലെവൽ അത് ഓരോ സബർബിനെയും ഓരോ സിറ്റികളെയും അത് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ച് ഒരു വാക്ക് പറയാം. ദൈവം എൻ്റെ ഹൃദയത്തിൽ
ഇട്ടിരിക്കുന്ന ഒരു മെയിൻ കമ്മീഷനാണ് സഭകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. കാരണം നമുക്ക് കിങ്ഡം ഓഫ് ഗോഡിൽ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. നമുക്ക് അതിൽ പ്രത്യേകിച്ച് തന്നെ അതിന് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ആവശ്യമില്ല. റീസൺ നമ്മുടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ചർച്ച് വേണം, ചർച്ചിന് രജിസ്ട്രേഷൻ വേണം, മിനിസ്ട്രി വേണം, മിനിസ്ട്രിക്ക് രജിസ്ട്രേഷൻ വേണം. പക്ഷെ നമ്മൾ ഹെവനിൽ പോകുമ്പോൾ അതിൻ്റെ ബേസിലല്ല ദൈവം നമ്മെ ആരെയും തന്നെ ആ റെവലേഷൻ ദൈവം എൻ്റെ ഹൃദയത്തിലിട്ടു. അപ്പോൾ ഈ സഭകൾ തമ്മിൽ ചേർന്ന് നിന്നാലേ, മിനിസ്ട്രികളും ദേവദാസന്മാരും ചേർന്ന് നിന്നാലേ, ഈ പല ഡിനോമിനേഷനിൽ നിൽക്കുന്ന ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് അസ് എ ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഇമ്പാക്റ്റ്, ഒരു റിവൈവൽ ഓസ്ട്രേലിയയിൽ നിന്ന് തുടങ്ങാനും അത് പല സ്ട്രീറ്റുകളിലും, പല ഗവൺമെൻറ് ഓഫീസുകളിലും, സ്കൂളുകളിലും, കോളേജസുകളിലും ആ റിവൈവൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ചർച്ചസിനെയും ഞങ്ങൾ പല ചർച്ചസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മീറ്റിങ്ങുകൾ നടക്കുന്നു. അതിന് വരുന്ന വർഷങ്ങളിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ പോവുകയാണ്. ദൈവം പ്രത്യേകിച്ച് പല ദേവാസന്മാരിലൂടെയും പ്രോഫറ്റിക് വേർഡുകൾ വരാൻ തുടങ്ങുകയാണ്. ദേവദാസന്മാരെ ഈ രാജ്യത്ത് അയക്കുകയാണ് റിവൈവലിന് വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന വർഷങ്ങളെല്ലാം അങ്ങനെയുള്ള അതിൻ്റെ ഒരു മൂവ്മെൻ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു വലിയ അത്ഭുതകരമാകുന്ന സമയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാജ്യത്ത് ഓസ്ട്രേലിയയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ കിങ്സ്ലി ഫ്രാൻസിസ് മിനിസ്ട്രിയെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കും അതിൻ്റെ ഭാഗമാകുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം നിങ്ങളുടെ ശരീരത്തിന് മേലുണ്ടെങ്കിൽ, എന്തെങ്കിലും ട്യൂമേഴ്സ് ആവട്ടെ, എന്തെങ്കിലും ഗോയിറ്റർ ആവട്ടെ, ഒരു നിമിഷം. കാരണം പരിശുദ്ധാത്മാവിന് ഡിസ്റ്റൻസ് ഒരു ബാരിയറല്ല. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു രോഗസൗഖ്യം അയക്കുന്നു. ഇത് പല പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പല രാജ്യങ്ങളിലിരുന്നപ്പോഴും രോഗസൗഖ്യം പ്രാപിച്ച് എനിക്ക് ടെസ്റ്റിമണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി അങ്ങനെയുള്ളവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നസ്രാന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, എവിടെയാണ് ആ ട്യൂമേഴ്സ് ഉള്ളത്, എവിടെയാണ് ആ ഗോയിറ്റേഴ്സ് ഉള്ളത്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹീൽ ഔട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയാണോ പിശാച് നിങ്ങളെ ഡെഡായെന്ന് പറഞ്ഞത്, എവിടെയാണോ പിശാച് നിങ്ങളെ എൻഡായെന്ന് പറഞ്ഞത്, അവിടെ നിന്ന് ഒരു ന്യൂ സ്റ്റാർട്ടിങ് ഇപ്പോൾ പരിശുദ്ധാം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നു. നിങ്ങൾ വാച്ച് ചെയ്യുന്ന ചില ആൾക്കാരെ നിങ്ങൾ വിചാരിച്ചു കാണും ഇതെല്ലാം ഫിനിഷായി, ഇനി ഒരു നെക്സ്റ്റ് ലെവലില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതൊരു പ്രോഫിറ്റിക് വേർഡാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഡിവൈൻ ആക്സിലറേഷൻ, നിങ്ങൾക്ക് അറിയത്തില്ല അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, പക്ഷേ ബട്ട് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇങ്ങനെയുള്ള ഡെഡായിരിക്കുന്ന ആ അവസ്ഥകളിൽ എല്ലാം തോറ്റ് ഒന്നും തന്നെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നസ്രാന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ now യേശുവിന്റെ നാമത്തിൽ in the name of Jesus remanandele karasikele. Also I pray for every kind of depression, spiritual depression, leave from the people right now, loose now in the name of Jesus. Also I pray against every kind of addictions, alcoholic addictions, every pornography addiction, every kind of immoralities in the families, and every kind of spiritual division. I bind it right now in the mighty name of Jesus. You are loose right now in Jesus' name. Lord, I pray for the freedom, Lord Father. Lord, I command every power of the darkness will be removed from the peoples, every written degrees, every spoken words against this people, against the children of God, Lord Father, let it be loose right now in the mighty name of Jesus. I cancel every power of written degrees. Again, I can hear that written degrees. നിങ്ങൾക്ക് വേണ്ടി പിശാച് എഴുതി വെച്ച, നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ പിശാച് എഴുതിയ സകലവിധ മന്ത്രവാദത്തിൻ്റെ കെട്ടുകൾ, എവരി റിട്ടൺ ഡിഗ്രീസ്, ഐ ബ്രേക്ക് ഇറ്റ് അണ്ടർ ദ അനോയിറ്റിംഗ് റൈറ്റ് നൗ, ലൂസ് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം.
Also, I pray for Lord Father, Lord, also the financial restoration. നിങ്ങളുടെ കടത്തിലായിരിക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല സ്പിരിറ്റ് ഓഫ് ഡെറ്റിനെ നസ്രായന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. Lord, release the angels right now. Lord, I pray, Lord Father, let the divine hand of God goes and touch the people wherever they are right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നീ എവിടെയാണ് നീ ഉയർച്ച പ്രാപിക്കുകയില്ല എന്ന് പറയുന്ന ആ സെയിം സ്പോട്ടിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. Because Jesus is alive. Whatever we are preaching, we are not preaching the dead Jesus, we are preaching the resurrected Jesus. His power is immeasurable. ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നോ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ, അവിടെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മൂവാവത്തെ കാര്യങ്ങൾ ഇപ്പോൾ മൂവാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ശുശ്രൂഷ പച്ചപിടിക്കില്ല ആരാ പറഞ്ഞത്? ആ സെയിം സ്പോട്ടിൽ ആ സെയിം റിട്ടേൺ സ്പോക്കൺ വേർഡിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. സൂപ്പർ നാച്ചുറൽ ഡിവൈൻ ആക്സലറേഷൻ വരട്ടെ ഈ വ്യക്തികൾക്ക് വേണ്ടി കർത്താവ്, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. നസ്രാന യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവർ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവരുടെ മൈൻഡ് സെറ്റ് മാറട്ടെ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ഫിനിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ചെയ്ത എല്ലാ ശുശ്രൂഷകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിൻ്റെ ശുശ്രൂഷകൾ കർത്താവ് എല്ലാ കോണ്ടിനെൻസിലും കർത്താവ് എസ്റ്റാബ്ലിഷ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ടീച്ചിങ് മിനിസ്ട്രി കർത്താവ്, പ്രത്യേകിച്ച് ഇന്നർ ഹീലിംഗ് കർത്താവ് വളരെയധികം തൗസൻഡ്സ് ഓഫ് ആൾക്കാർക്ക് അതൊരു ഹീലിംഗ് ആയിട്ട് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാസനെയും കുടുംബത്തെയും ഹോൾ ടീമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ മീഡിയ മിനിസ്ട്രിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ സന്ദേശം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.